രാഷ്ട്രീയ പാർട്ടികളുടെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും അഭിപ്രായങ്ങൾ അവഗണിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി 12 സംസ്ഥാനങ്ങളിൽ SIR ഫേസ് 2 നടപ്പാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറിയും ഉൾപ്പെടെ 12 സ്ഥലങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കാരം SIR നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വിജ്ഞാപനം വന്നതോടുകൂടി ഇന്നലെ അർദ്ധരാത്രി മുതൽ 12 സ്ഥലങ്ങളിലെയും നിലവിലുള്ള വോട്ടർ പട്ടിക മരവിപ്പിച്ചിരിക്കുകയാണ്. പുതിയ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് 28 ഒക്ടോബർ 2025 തുടക്കം കുറിക്കുകയും ഡിസംബർ 9 കരട് വോട്ടർ പട്ടികയും 2026 ഫെബ്രുവരി 7 അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കും. നവംബർ ആദ്യവാരം കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കാനിരിക്കെയാണ് കമ്മീഷൻ്റെ ഈ നീക്കം. ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നടന്നതുപോലെ ഏറ്റവും വലിയ രീതിയിലുള്ള കൂട്ട ഒഴിവാക്കൽ മറ്റ് സ്ഥലങ്ങളിൽ നടക്കുമോ എന്ന ഭീതിയിലാണ് ജനാധിപത്യ വിശ്വാസികൾ. സിറ്റിസൺഷിപ്പ് രജിസ്ട്രേഷൻ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് SIR എന്ന് ഇതിനോടകം തന്നെ ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. ബീഹാറിൽ നടപ്പാക്കിയ SIR രാജ്യവ്യാപകമായി ചർച്ച ചെയ്യുകയും സുപ്രീം കോടതി നിരവധി തവണ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. SIR ഫേസ് 2 നിർദ്ദേശിക്കപ്പെട്ട ഡോക്യുമെൻറ്റുകളുടെ കൂട്ടത്തിൽ 12ാമത്തെ ഡോക്യുമെൻ്റായി ആധാർ എണ്ണുന്നുണ്ട്. പക്ഷേ അപ്പോഴും അത് സിറ്റിസൺഷിപ്പിൻ്റെ ഡോക്യുമെൻ്റ് അല്ല എന്ന് പ്രത്യേകമായി പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പല ഡോക്യുമെൻറ്റുകളും സിറ്റിസൺഷിപ്പ് ഡോക്യുമെൻ്റ് അല്ല എങ്കിൽ ആധാറിൻ്റെ കാര്യം പ്രത്യേകമായി പറയുന്നതിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. വലിയ ഒരു വിഭാഗം വോട്ടർമാരെ പുറംതള്ളുക എന്ന ഗൂഢലക്ഷ്യം ആധാറിനെ ഇപ്രകാരം കാണുന്നതിൻ്റെ പിന്നിലുണ്ട്. വോട്ടവകാശം വിനിയോഗിക്കാൻ വേണ്ടി പൗരന്മാരെ പ്രാപ്തരാക്കുക എന്ന ഉദ്ദേശലക്ഷ്യമായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ്റെ ഇലക്ഷൻ റോൾ ശുദ്ധീകരണ പ്രക്രിയയുടെ അടിസ്ഥാനം. അവകാശമുള്ള ആരും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകരുത് എന്ന ഏറ്റവും നല്ല സ്വോദ്ദേശ്യപരമായ പരിഷ്കരണ പരിശ്രമങ്ങൾക്ക് പകരം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ആളുകളെയും ഡോക്യുമെൻറ്റിൻ്റെ പേരിൽ പുറത്തു നിർത്താനുള്ള BJPയുടെയും വർഗീയ ശക്തികളുടെയും മിഷനറിയായി ഇലക്ഷൻ കമ്മീഷൻ മാറുകയാണ്. ലാൽ ബാബു ഹുസൈൻ വേഴ്സസ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതി സിറ്റിസൺഷിപ്പ് പരിശോധിക്കാൻ ഇലക്ഷൻ കമ്മീഷന് അധികാരമില്ലെന്ന് വ്യക്തമാക്കിയതാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ഇലക്ഷൻ കമ്മീഷൻ ആധാരമാക്കുന്ന 1950 ജനപ്രാതിനിധ്യ നിയമം സെക്ഷൻ 21(3) പൊതുവായ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് രൂപം കൊടുത്തതല്ല. 2003 ഉത്തർപ്രദേശിലെ താക്കൂർദ്വാര അസംബ്ലി സെഗ്മെൻറ്റിലെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിക്കാൻ മാത്രമായാണ് ഉൾപ്പെടുത്തിയത്. ഒരു പ്രത്യേക സാഹചര്യത്തിലുണ്ടായ ഈ വകുപ്പിനെ സ്പെഷ്യൽ റിവിഷൻ എന്ന പേരിൽ രാജ്യവ്യാപകമായി അവതരിപ്പിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. സമ്പൂർണത, തുല്യത, കൃത്യത എന്നീ 3 പാരാമീറ്ററുകളാണ് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട വോട്ടർ ലിസ്റ്റ് പരിഷ്കരണത്തിൻ്റെ ആധാരം. ഈ അടിസ്ഥാന തത്വങ്ങൾ തുല്യത ബീഹാറിൽ സമഗ്രമായി അട്ടിമറിക്കപ്പെട്ടു. തുല്യതയില്ലാത്ത, കൃത്യതയില്ലാത്ത, സമഗ്രതയില്ലാത്ത, സമ്പൂർണമല്ലാത്ത, സംശയാസ്പദമായ ഒരു പദ്ധതി രാജ്യവ്യാപകമായി നടപ്പാക്കാൻ വീണ്ടും ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞകാല തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാതെ രാജ്യവ്യാപകമായി ആ തെറ്റ് അധികാരമുപയോഗിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഇത് ജനാധിപത്യത്തെ ധ്വംസിക്കുന്നതിൻ്റെ തുല്യമാണ്. ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടികയിൽ ലിംഗപരമായ അസമത്വം, അന്തരം കൂടിയിരിക്കുകയാണ്. നിരവധി നുഴഞ്ഞുകയറ്റക്കാർ അനധികൃതമായി വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്തിരിക്കുന്നു. അതുകൊണ്ട് അവരെ പുറത്താക്കാനാണ് ഈ നടപടി എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ബീഹാറിൽ എത്ര നുഴഞ്ഞുകയറ്റക്കാരെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കി എന്നതിൻ്റെ കണക്ക് വ്യക്തമാക്കിയിട്ടില്ല. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.